ഈ റംസാൻ ഫാസ്റ്റിങ്ങിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണെന്നുള്ളതാണ്. അത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ആണ്. ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ വെള്ളം പോലും ഇറക്കില്ല എന്നുള്ളതാണ്. അത് സൂര്യോദയ സമയത്തിന് തൊട്ട് മുമ്പ് ആഹാരം കഴിക്കണം, വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം ആഹാരം കഴിക്കാം. ഈ ഇടയ്ക്കുള്ള പീരീഡ് 12 മണിക്കൂർ സമയത്തേക്ക് ആഹാരമേ കഴിക്കുന്നില്ല എന്നാണ്, വെള്ളം പോലും കഴിക്കുന്നില്ല എന്നാണ്. പിന്നെ നമ്മുടെ വിശ്വാസികൾ കുറച്ചുകൂടെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉമിനീര് പോലും ഇറക്കരുത് എന്നാണ്. പലരും തുപ്പി നടക്കാറുണ്ട്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കി അറിയാം, റംസാൻ സമയത്ത് ഇവരുടെയൊക്കെ അടുത്ത് പോകുമ്പോഴത്തേക്കും വായ്ക്കുള്ളിൽ നിന്ന് ഒരു വല്ലാത്ത സ്മെല്ല് വരുന്നത് കാണാം. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദുർഗന്ധം വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർ ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്, നിർജ്ജലീകരണം സംഭവിക്കുന്നുണ്ടാണ്. ഈ സമയത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് പോലെയുള്ള ആളുകൾക്ക് അത് മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ധാരാളം പഠനങ്ങളുണ്ട്. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള മെറ്റാ അനാലിസിസ് പോലും ഉണ്ട്. അത് ഞാൻ ലിങ്ക് പിൻ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനകത്ത് പലർക്കും വെയിറ്റ് കുറയുന്നുണ്ടെന്നും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നും കാണുന്നുണ്ട്. എന്നാൽ ഈ വെള്ളം കുടിക്കാതെയുള്ള ഡ്രൈ ഫാസ്റ്റിംഗ് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല, മാത്രമല്ല ശരീരത്തിന് ദോഷകരമായി ബാധിക്കാം എന്നുള്ളതാണ്. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരീരത്തിലേക്ക് ആവശ്യത്തിന് ഊർജ്ജം